ഹായ് ഹലോ. രാവിലെ എന്താ പരിപാടി? ഞാൻ രാവിലെ അടുക്കളയോട്ട് കയറിയപ്പം എൻ്റെ കൂട്ടുകാർക്കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാന്ന് വെച്ച് കയറി കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് മഷ്റൂം വെച്ചിട്ടൊരു സിമ്പിളായിട്ടൊരു മസാലക്കറി വെച്ചാൽ ചപ്പാത്തിക്കും റൊട്ടിക്കോ ദോശയ്ക്കോ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഉച്ചയ്ക്കിൽ തന്നെ വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വെച്ച സാമ്പാർ ഇരിപ്പുണ്ട്. അങ്ങനെ അതും ഇതൊക്കെ ഉച്ചക്കലത്തിനുള്ളതെല്ലാം ഇരിപ്പുണ്ട്. ചോറ് മാത്രം വെച്ചാൽ മതി. അപ്പം ചപ്പാത്തിക്കുള്ള കറിയാണ് ഇന്ന് ഉണ്ടാക്കേണ്ടുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് ഞാനിന്ന് മഷ്റൂം ഞാൻ ഡിമാർട്ട് പോയപ്പം മേടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സമയം കളയത് എങ്ങനെ ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്, എങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കൈ കൊണ്ട് എത്ര ഇടം പിടിച്ചിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. അതിലും നല്ലത് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതല്ലേ, ഉണ്ടല്ലേ. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകി ഒന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ. അതിനുവേണ്ടി പാൻ അടപ്പ് വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ്, അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെള്ളമയമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. നമ്മളിത് കുറച്ച് നേരം ഇതൊന്ന് ചൂടാകുമ്പോൾ ഉണ്ടല്ലോ, ഈ മഷ്റൂമിനകത്തുള്ള വെള്ളമല്ല ഇതുപോലെ ഇറങ്ങും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ടപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി. ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് ഇനി മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ട എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊരു തോരന് ചിക്കി എടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം, ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇനി മാറ്റട്ടെ. അതിനുശേഷം പാൻ അടപ്പ് വെച്ച് ഇതിലേക്കാണെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, അത് ഇത്രയും ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള വേഗം നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ നോക്കി വേണം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് സവാള നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ ഈ സവാള ഫ്രൈ ആവുന്ന നേരത്തിന് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലയൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 ഇതൾ വെളുത്തുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയില, അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ കണ്ടില്ല, സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. മസാല ചേർക്കുന്ന സമയത്തൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാല ചേർക്കാൻ, അല്ലെങ്കിൽ മസാല വേഗം കരിഞ്ഞു പോകും. കാരണം ചൂടായിരിക്കുമല്ലേ ചട്ടി, അതുകൊണ്ട്. അത് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ടുവന്ന മസാലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് ആ മസാല ഒന്ന് ഫ്രൈ ആവണം. അല്ല, അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം പോലെ ആവണ്ട, കാരണം ഇത് ഇച്ചിരി തിക്കായിട്ടിരുന്നെങ്കിൽ ആ ഗ്രേവി നന്നായിട്ടുണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിക്കണം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുണ്ടല്ലോ, ഞാൻ ഇത്രയും വെള്ളമാണ് ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട്, അപ്പോൾ ആ മസാല നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ മേളിൽ തെളിയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മഷ്റൂമും അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത മുട്ടയും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. കാരണം വെച്ചാൽ നമ്മളിതെല്ലാം വേവിച്ചിട്ടാണ് ചേർത്തേക്കുന്നത്. മുട്ട ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ മഷ്റൂം ഫ്രൈ ചെയ്തൊക്കെ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നേരം കിടന്ന് വേവേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് അതിനകത്ത് ആ മസാല ഒന്ന് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ എഗ് മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അവസാനം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വരാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചൂട് മഷ്റൂം എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ പറയുക, ചപ്പാത്തിക്ക് ഓൾറെഡി മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തിയും കറിയും കൂടെ എങ്ങനെ അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. 2 ചപ്പാത്തി ഉണ്ട്. എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞാണ്. ഇപ്പം ഞാനേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ 2 ചപ്പാത്തി എനിക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ മഷ്റൂം മുട്ട മസാല, മഷ്റൂം ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർത്തിട്ട് ആദ്യമായിട്ടാണ് എഗ് മഷ്റൂം മസാല. എഗ് മഷ്റൂം മസാല നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടുകാരിപ്പം മറക്കാതെ ട്രൈ ചെയ്യും. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, റൊട്ടിയുടെ കൂടെ എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനുണ്ട്. ചോറിൻ്റെ കൂടെ ആയാലും നന്നായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് മഷ്റൂം എഗ് മസാല ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഓരോ ദിവസം നമ്മൾ എന്താ കറി വെക്കുന്നത് കൺഫ്യൂഷൻ അല്ലേ.
അപ്പോൾ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നു, അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീണ്ടും കാണുമ്പോഴത്തേക്ക് ബൈ, സി യു.